എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. UK ഭയങ്കര കലാപമാണ്, പ്രശ്നങ്ങളാണ്, പ്രശ്നബാധിത മേഖലകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്നാ പറയണേ സോഷ്യൽ മീഡിയ തകർത്ത് വാരികയാണ്. അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മാറ്റേഴ്സാണ്. പ്രശ്നങ്ങൾ UK ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ഡിസ്കഷൻ ആവാം എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. മറ്റൊന്നുമല്ല, നിങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തും. അപ്പോൾ UK കലാപങ്ങളെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോമഡി പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇതുവരെ കലാപങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ താമസിക്കുന്ന സ്ഥലത്തും കലാപങ്ങളൊന്നും ഇല്ല. അപ്പോ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പൊ ഈ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യവും നമുക്കറിയില്ല. എന്തായാലും ഈ രാജ്യത്തെ നിയമത്തില് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുത്തെ പോലീസ് ഹെഡിന്റെ ഒരു സ്പീച്ച് കേൾക്കാനിടയായി. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നിയമത്തിന്റെ അകത്ത് ഉള്ള മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നാണ് പറയണത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കലാപമൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പോലീസുകാർ ലാത്തി ചാർജും ജലപീരങ്കിയും അങ്ങനെ എന്തൊക്കെ നമ്മുടെ നാടും ഇവിടുത്തെ നാടുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും വീഡിയോസിൽ കാണുന്നുണ്ടാവും, പോലീസുകാർ ഇങ്ങനെ ഷീൽഡൊക്കെ പിടിച്ച് നിൽക്കുന്നു, അവര് കസേര വലിച്ചെറിയുന്നു, പാത്രങ്ങൾ വലിച്ചെറിയുന്നു, ഇഷ്ടികകൾ വെച്ചെറിയുന്നു. എന്നിട്ടും ഒരാൾ പോലും ലാത്തി ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ജലപീരങ്കി വെച്ച് ഓടിക്കാനോ അല്ലെങ്കിൽ കണ്ണീർ വാതകം പൊട്ടിക്കാനോ ഒന്നും ഇവിടുത്തെ പോലീസുകാർ ശ്രമിക്കുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ കാണുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വ്യക്തികൾക്കും വ്യക്തി സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് നൽകുന്ന ഒരു രാജ്യമാണ് ഇത്. അപ്പോൾ അവന്റെ സ്വാതന്ത്ര്യമാണ് അവൻ റോട്ടിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളുകളാണെങ്കിൽ അവര് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് രാവിലെ ഹർത്താൽ എന്നങ്ങ് പറയുന്ന ആ ഒരു രീതിയൊന്നുമില്ല. ഇപ്പോ ഇന്നലെ നടന്നത് ഇവിടെ 7-ാം തീയതി ഡിക്ലെയർ ചെയ്ത 38 സ്ഥലങ്ങളിലായിരുന്നു. ഇനി 17-ാം തീയതി പുതിയ സ്ഥലങ്ങളിൽ പുതിയ പ്രൊട്ടസ്റ്റ് വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ലിസ്റ്റ് വരും. അങ്ങനെ ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയകളിലുള്ള ആളുകൾ സുരക്ഷിതമായിട്ട് വീടുകളിൽ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ള മലയാളത്തിലെ സോഷ്യൽ മീഡിയയിൽ കൈയാളുന്ന കുറെ പ്രമുഖധാര ന്യൂസുകൾ ഉണ്ടല്ലോ, എന്താ പറയുക, പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കുറെ വിദേശ മലയാളി എന്നൊക്കെ അർത്ഥം വരുന്ന ആളുകളൊക്കെ പുള്ളിയുടെയൊക്കെ ഇപ്പൊ വീഡിയോ ഞാൻ 1-2 ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണാൻ നോക്കി. അതിലൊക്കെ പറയണത് UK മലയാളികളെ ഓടിച്ചിട്ട് തല്ലുകയെന്ന് പറഞ്ഞ എന്റെ പൊന്നു കൂട്ടുകാരന്മാരെ. ഞങ്ങൾ ഇന്നലെ ടൗണിൽ പോയി, ഇന്ന് ടൗണിൽ പോയി. ശരിക്കും പറയാലോ, അതിന്റെ ഇടയിൽ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുന്ന് മാഞ്ചസ്റ്ററിൽ പോയി, ലിവർപൂൾ പോയി, ലേക്ക് പൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു റിസോർട്ട് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം തിരിച്ചു വന്നു. ഇവിടെ ഒന്നും ഒരു ആക്രമണവും ഇല്ല. ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ആൻഡ് ടൂവും പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അവിടം വരെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു പ്രകടനം പോലെ അവർ അവരുടെ ശക്തി പ്രകടനം നടത്തി അങ്ങ് പോകും. അതിന്റെ അകത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഇതൊക്കെ കേടുപാടുകളോ വരുത്തുന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അവര് തന്നെ അതെല്ലാം റോഡെല്ലാം ക്ലിയർ ചെയ്ത് അടിച്ചു വാരി. എന്തിനാണ് ഇതെല്ലാം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് അഭിപ്രായങ്ങള് അതിനെ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 1.5 കൊല്ലം ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 1.5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ ജനങ്ങളിൽ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമയുള്ള മനുഷ്യരാണ് ഇവര്. ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ റേസിസം ഉണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു പബ്ലിക് സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന പ്രിവിലേജസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് നൽകുന്ന റെസ്പെക്റ്റും ബഹുമാനവും, അതുപോലെ തന്നെ ഒരു ക്യൂവിലാണെങ്കിലും നമുക്ക് ആദ്യം വരുന്നവർക്ക് ആദ്യം, അങ്ങനെയൊക്കെ ഒരു പുറത്തെ രാജ്യത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മളോട് ഇവർ മോശമായിട്ടോ അല്ലെങ്കിൽ ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പെരുമാറിയിട്ടില്ല. കാരണം അതെല്ലാം നിയമത്തിൽ ഭയങ്കരമായിട്ട് അധിഷ്ഠിതമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ പൊട്ടിപ്പൊടരണം എങ്കിൽ ഒരു പക്ഷേ പലരും അവരുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ മാനസികപരമായിട്ടുള്ള
അവസ്ഥയിൽ അവർ ചിലപ്പോൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആകാം എന്ന് എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മാനേജർ ഇവിടുത്തുകാരി ഒരു സ്ത്രീയാണ്. 3 കുട്ടികളുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരത്തിയോട് ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, ഡ്യൂട്ടിയുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഫിബി ഇപ്പം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഫീലിങ്സ് അല്ല ഫിബി. ഒരു 5-6 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 6-7 വർഷം മുമ്പ് നമുക്ക് ഇവിടെ ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. വർക്ക്, ആവശ്യത്തിലധികം ജോലി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത് പണം, ബാങ്ക് ഇൻട്രസ്റ്റ് വളരെ കുറവായിരുന്നു. അപ്പൊ അങ്ങനെ സുഖലോലുപരായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ അകത്തേക്ക് പലിശ ഇപ്പൊ 6.5% പലിശയാണ് വീടിന്റെ ലോണിന്. 0% ഇൻട്രസ്റ്റിൽ ലോൺ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം 6.5% പലിശ കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൻ പണിയെടുക്കുന്ന തുക മുഴുവൻ ബാങ്കിലോട്ട് ലോണായിട്ടും തിരിച്ചടയ്ക്കണം വീടൊക്കെ ഉള്ളവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി എന്നോടെന്ന് പറഞ്ഞാണ്, നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഐസ്ക്രീമിന് 3 പൗണ്ട്സ് എങ്കിലും കൊടുക്കേണ്ട ഫിബി. 3 കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ 12 പൗണ്ട് അല്ലെങ്കിൽ 10 പൗണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ടോപ്പിംഗ്സ് ഒക്കെ ഇടണമെങ്കിൽ അഡീഷണൽ വീണ്ടും പൈസ കൊടുക്കണം. അപ്പൊ സിമ്പിളായിട്ട് അവരുടെ മനസ്സിലുള്ള ഒരു കണക്കൂട്ടലുകളും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 3 കൊച്ചിന്റെ അമ്മയാണ്. അവര് പറയാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന്. അപ്പൊ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഈ നാട്ടിലേതായിട്ടുള്ള കുറേയധികം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പേരന്റ് ആയിട്ടുള്ളവർ പറയാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഇടയിലേക്ക് ഏതെങ്കിലും ഒരു 3 കൊച്ചുങ്ങളെ വിദേശത്തുനിന്ന് റെഫ്യൂജി ആയിട്ട്, അല്ലെങ്കിൽ ഞാനൊക്കെ ഇവരുടെ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ റെഫ്യൂജീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാത്തവരെ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ ഇവിടേക്ക് വന്നവരാണെങ്കിലും അവരുടെ കണ്ണിൽ നമ്മളെല്ലാവരും വിദേശത്തു നിന്ന് വന്നവരാണ്. മൈഗ്രൻസ് എന്നുള്ള ഒരു വാക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവിടെ ജനിച്ചു വളർന്ന കുട്ടി ആയിക്കോട്ടെ, ഇവിടത്തുകാരന് പുറത്തുനിന്ന് വന്നവരായിക്കോട്ടെ, 3 കൊച്ചുങ്ങളെ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും പൊട്ടിത്തെറിച്ചു പോകില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ അകത്ത് മതമോ ജാതിയോ ഒന്നും കയറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്ന് തരിപ്പടായി പോകും. എൻ്റെ 3 കൊച്ചുങ്ങളെയാണ് ഇപ്പൊ ഇതുപോലെ ഒരാൾ വെടിവെച്ച് കൊല്ലണമെങ്കിൽ ഞാൻ അതിനെ എതിർക്കും. അതിന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യും. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ആരും ചിന്തിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്പാർക്ക് കൊടുത്തു. ചെയ്തത് ആരായാലും കുറ്റകരമാണ്, അദ്ദേഹത്തിന് ശിക്ഷ കിട്ടും. ഈ രാജ്യത്ത് നിയമങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയധികം കലാപങ്ങൾ ഉണ്ടായിട്ട് 400-500 പേരെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്തവർക്ക് 24 hours കോടതി വർക്ക് ചെയ്യുക. അപ്പൊ തന്നെ ശിക്ഷ എന്താന്ന് വെച്ചാൽ വിധിച്ച് പുറത്തേക്ക് വിടുവാണ്. അവരെ പുറത്തേക്ക് വിടുക എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കേസ് അപ്പൊ തന്നെ സോൾവ് ചെയ്യുക. നമ്മുടെ നാട്ടിലെ പോലെ 10-20 വർഷമൊന്നും ഒരു കേസ് കെട്ടിക്കിടക്കുന്നില്ല. 24 hours കോടതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞത്. പുതിയ സ്റ്റാമർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസ്, ഏഷ്യൻസ്, അല്ലെങ്കിൽ ആഫ്രിക്കൻസ്, അല്ലെങ്കിൽ ഈ യൂറോപ്പിൽ തന്നെയുള്ള വിദേശികളുണ്ട്. മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞിട്ട് കടൽ വഴി ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ബോട്ടിലൊക്കെ കയറി വരുന്നവരെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ വരുന്നവരൊക്കെ പറയുന്ന ഭാഷകള്, സംസാര രീതികള്, പബ്ലിക് ന്യൂസൻസ്. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ രാവിലെ എനിക്കും അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാറില്ല, മോസ്കിൽ നിന്ന് ഇത് കേൾക്കാറില്ല, പള്ളിയിൽ നിന്ന് മണിയടി കേൾക്കാറില്ല. അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. കാരണം എല്ലാവരും ജോലിക്ക് പോകേണ്ടവരാണ്, പണിയെടുത്ത് പൈസ ഉണ്ടാക്കേണ്ടവരാണെന്ന് ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ അവരുടെ ഉറക്കത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ അനുവദിക്കില്ല. അപ്പൊ രാത്രി 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൗണ്ട്, ഒരു ഹോൺ പോലും അടിക്കാൻ പാടില്ല വാഹനത്തിന്റെ ഒരു ഏരിയകളിൽ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയധികം നിയമങ്ങൾ സ്ട്രോങ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതി. പബ്ലിക്കായിട്ടുള്ള പൊതുസ്ഥലങ്ങളിൽ നമ്മളൊക്കെ കാണിക്കുന്ന കുന്നായ്മ എന്ന് വേണമെങ്കിൽ പറയാം, ഭയങ്കരമാണ്. കാരണം ഒന്നാമത് നമ്മുടെ ഭാഷ അവർക്ക് പലർക്കും മനസ്സിലാവുന്നില്ല. നമ്മളൊന്നും ഉദ്ദേശിക്കുന്നത് ഈ വിദേശത്ത് നിന്ന് വന്നിരിക്കുന്നവർക്കൊക്കെ ഇംഗ്ലീഷ് ആണ് കോമൺ ലാംഗ്വേജ്. ഈ രാജ്യത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമേ ഒരു വിസ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും പുറത്തുനിന്ന് വിദേശികളായിട്ടുള്ളവർ പലരും വന്ന് ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷയൊക്കെ ഇവരുടെ ഇടയിൽ കിടന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യണ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ മാനേജർ ഏറ്റവും കുറഞ്ഞ ഒരു 3 തവണയെങ്കിലും ഒപ്പിടിച്ച് മേടിച്ചിട്ടുണ്ട്. പല റീസണുകളിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ സ്വന്തം ലാംഗ്വേജ്, ഓൺ ലാംഗ്വേജ് ഉപയോഗിക്കരുത്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് ഓരോ പ്രശ്നങ്ങൾ ആശുപത്രികളിൽ വരുമ്പോൾ ആ
ഓരോ വാർഡുകളിൽ നിന്നും അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നും നമ്മൾ മാനേജർമാരെ എഴുതി മേടിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ അവരെ കൊല്ലാനാണോ വളക്കാനാണോ പറയണതൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഈ ഫിലിപ്പീനുകൾ എന്നൊക്കെ പറയണവരെന്ന് പറഞ്ഞാൽ ചുമ്മാ ചിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ചിരിച്ചു കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, നമ്മളെന്തോ കുറ്റം അവരെ കളിയാക്കി ചിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമായിട്ട് തോന്നും. പക്ഷെ നമ്മളെ ഈ വളബളബള എന്ന് പറയുന്ന സാധനം വേറെ ഒരു സമൂഹത്തിനും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട്. ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മറ്റേ ഫിലിപ്പീനോ തക്കാലോ അല്ലെങ്കിൽ ആഫ്രിക്കക്കാരുടെ അവരുടേതായിട്ടുള്ള അങ്കോളിയൻ ഭാഷ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മനസ്സിൽ ഇവർ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവർക്ക് പൊട്ടിത്തെറിക്കേണ്ടതായിട്ട് വന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. എന്ന് കരുതി ഇവിടെ റോട്ടിൽ കൂടെ നടന്നു പോണവരൊന്നും ആരും പിടിച്ച് തല്ലുവോ അല്ലെങ്കിൽ അവന്റെ വണ്ടി കത്തിക്കോ വീട് കത്തിക്കോ നശിപ്പിക്കോ ഒന്നും ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്റ്റ് ആണ് ജോലി സ്ഥലത്തെ മണിക്കൂറുകൾ കുറയുക എന്നുള്ളത്. വർക്കിംഗ് അവേഴ്സ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ ഫുൾ ടൈം എഗ്രിമെന്റ് അല്ലാത്തവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പററി കോൺട്രാക്ട് ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും ഇപ്പൊ മണിക്കൂറുകൾ വളരെ കുറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ജനങ്ങളാണെങ്കിൽ പോലും അവർക്കും മണിക്കൂർ കിട്ടുന്നില്ല. കാരണം നമ്പർ ഓഫ് ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഒരാൾക്ക് ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു 20 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് അപ്പോൾ ഇവിടെയുള്ള ആളുടെ ഇവിടെ നമ്മൾ 37 മണിക്കൂറോ 40 മണിക്കൂറോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കുടെ മണിക്കൂറുകൾ കുറയുമ്പോൾ കയ്യിൽ കിട്ടുന്ന പൈസ കുറഞ്ഞല്ലോ. ആഴ്ചയിലൊക്കെയാണ് ഇവിടുത്തെ പല സ്ഥാപനങ്ങളിലും പേയ്മെന്റ്. ആഴ്ചയിൽ 400 രൂപ 450 രൂപ കിട്ടിക്കൊണ്ടിരുന്നതിന്റെ സ്ഥലത്ത് 250 രൂപ കിട്ടുമ്പോൾ അവന്റെ കൊച്ചുങ്ങളുടെ കാര്യങ്ങളും അവന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പെൻഡിങ് വരും. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് ഇത് വരും. പിന്നെ ലോക്കൽ ഇലക്ഷനുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിദേശ ആധിപത്യം വന്നിട്ടുണ്ട്. ഞാനൊക്കെ വിദേശികളാണല്ലോ ഇവരുടെ കാഴ്ചപ്പാടിൽ. അപ്പൊ നമുക്കിടെ ഇവിടെ കേംബ്രിഡ്ജിൽ തന്നെ ഒരു മലയാളി ചേട്ടൻ MP ആയിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ MP ആണോ MLA ആണോ ആയിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ MLA ഒന്നും ആയിട്ടൊന്നും ആരും ബിഹേവ് ചെയ്യില്ല കേട്ടോ. കാരണം ഒരു പൊതുവായിട്ടുള്ള എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഇങ്ങനെയുള്ള ഇവിടുത്തെ നമ്മൾ പണ്ട് ഫുട്ബോൾ ഹൂളിഗൻസ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ TV ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിലെ ഫുട്ബോൾ കളി ജയിച്ച ഫാൻസുകൾ ഈ നടന്നു അവരാ പോകുന്ന റോഡ് മുഴുവൻ തച്ച് തകർത്താട്ടാ പോണേ. അത് കഴിഞ്ഞ് ആ സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു നഗരത്തിനെ അവർ റെഡിയാക്കിയിട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ പോലീസുകാർ ലാത്തി ചാർജ് ഒന്നും ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഒരു പ്രശ്നം എന്തെങ്കിലും നമ്മുടെ മുഖമോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ പിടിച്ചിരിക്കും. നമ്മൾ അതിനുള്ള ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരൊന്നും ഒരു പരിധി വരെ വിദേശത്ത് നിന്ന് വന്നവരൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാൻ പോവാറില്ല. എന്നിട്ടും നമുക്ക് മെണയോന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ പല നമ്മള് ഈ ഒരു രാജ്യത്തേക്ക് മലയാളികളായിട്ട് വന്നിരിക്കുന്നവരാരും ലീഗലായിട്ട് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ഇവിടുന്ന് ലീഗലായിട്ട് ഇങ്ങടേക്ക് എത്താൻ സാധിക്കില്ല. അതേസമയം ഇവിടെ ഈ യൂറോപ്പിന്റെ അകത്ത് തന്നെ അപ്പുറത്തുള്ളവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചാനലിന്റെ അപ്പുറത്ത് കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ചുമ്മാ ഒരു ബോട്ട് കയറിയിട്ട് ഇങ്ങടേക്ക് വരാൻ പറ്റും. അപ്പൊ ആ ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പലരും ഉണ്ട് ഇവിടേക്ക് കടന്നു വരാനായിട്ട്. അങ്ങനെ വരുന്നവർക്ക് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കെട്ടിടങ്ങളും അവർക്ക് ഭക്ഷണവും ഫുഡൊക്കെ കൊടുക്കുക. എന്തായാലും വീട്ടിൽ വന്നവരെ പട്ടിണിക്ക് ഇടുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഇവരുടെ നമ്മളെ പോലുള്ള ഒരു ജോലി ചെയ്ത് അടയ്ക്കുന്ന ടാക്സ് അങ്ങനെയുള്ളവർക്ക് പോകുന്നു എന്നുള്ളൊരു ഭീതിയും ഒക്കെയാണ് ഇപ്പൊ ഈ ഉണ്ടായ ആക്രമണ പരമ്പരകൾക്കൊക്കെ ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നവരാണ് ഇവര്. അപ്പൊ ആ ഒരു അടക്കി ഭരിച്ചിരുന്നതിനുള്ള ചെയ്ത് പ്രവർത്തികൾക്കൊക്കെ പ്രതിഫലം ചിലപ്പോ ചിലരൊക്കെ തിരിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലൊക്കെ കാണുമായിരിക്കും. പക്ഷെ അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വന്ന് ഒരു കൊല്ലോ 2 കൊല്ലോ ഒക്കെ ജീവിച്ച ഒരു 5 കൊല്ലോ ഒക്കെ ജീവിച്ചവർക്ക് അങ്ങനെ തോന്നൂല കേട്ടോ. നമ്മൾ വിദേശത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല ഇവിടെ വന്ന് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അനുഭവിക്കുമ്പോൾ തോന്നുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു ആളുകൾക്ക് അപകടം പറ്റി എന്ന് പറയുമ്പോൾ നമ്മളായാലും പ്രതികരിക്കും. ആ ഒരു കൺസെപ്റ്റ് തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്തൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മുടെ ലണ്ടനിൽ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി, ഒരു പ്രത്യേക മതവിഭാഗക്കാർ നടത്തി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ
അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഉള്ളിൻ്റെ ഉള്ളില് ഇവിടുത്തെ പള്ളികളും അമ്പലങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ പ്രാദേശികപരമായിട്ടുള്ള പണ്ടത്തെ പ്രാർത്ഥിക്കുന്ന സംഭവങ്ങളൊക്കെ അത് ഏത് ജാതി ആയിക്കോട്ടെ അവരൊക്കെ അത് ബാറും, സ്കോട്ട്ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ സകല പള്ളികളും പഴയ പള്ളികളൊക്കെ ബിയർ പാർലറുകളും ബാറും ഈ വിസ്കി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഈ ഹണ്ടിങ്ടൺ, ഞാൻ ഈ താമസിക്കുന്ന ഹണ്ടിങ്ടണിൽ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ ഒരു ബിയർ പാർലറിൽ പോയി. അതൊരു പഴയ പള്ളിയായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം ഇവർക്കിത് വേണ്ടാത്ത ഒരു കാര്യം ഇവരിലേക്ക് പിന്നെയും കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവര് സ്വമേധയാ പ്രതിഷേധിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ആവശ്യമുള്ളവന് മതി. ഇവിടെ അത്രയ്ക്കധികം നമുക്ക് നമ്മുടെ സ്വന്തം കൊച്ചുങ്ങളെ പോലും തല്ലാൻ പറ്റില്ല. അത്രയധികം വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇവിടെ. നിങ്ങൾ എൻ്റെ മക്കളാണെന്ന് കരുതി എനിക്ക് അവരെ തല്ലാനൊന്നും പറ്റില്ല. അത് കാരണം അവരെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യണേ. ഒരു കൊച്ചായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിനെ തല്ലാൻ പാടില്ല. അവന്റെ അവകാശങ്ങളാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ അവനെ തല്ലി നമ്മൾ അനുസരണ പഠിപ്പിക്കേണ്ടതായിട്ടൊന്നും ഇല്ല. അങ്ങനെ ഒരു രാജ്യത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് അവനെ നമ്മൾ പുഷ് ചെയ്തിട്ട് ഉന്തി തള്ളി മതത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ മതപരിവർത്തനം നടത്താനും, എൻ്റെ പൊന്നു കൂട്ടുകാരന്മാരെ, ഈ മതവും പരിപാടിയും കൊണ്ട് നടക്കുന്നവർക്കൊക്കെ കുറെ ഉന്നത കുലജാതരായിട്ട് അല്ലെങ്കിൽ ഉന്നത ശ്രേണിയിലിരിക്കുന്ന മതപണ്ഡിതന്മാരുടെ അടിമകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തലച്ചോറൊന്ന് ഉപയോഗിച്ചാൽ മതി. വേറെ കൂടുതലൊന്നും ചിന്തിക്കണ്ട. കുറെ അച്ഛന്മാരുടെ ഉപദേശം പുണ്യാച്ചന്മാര്, എന്നിട്ട് ഈ അച്ഛന്മാരെ അരമനയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് അടിക്കും. എന്നിട്ട് പറയും മദ്യം കഴിക്കരുതെന്ന് പറയും. ഈ പറഞ്ഞ മുസ്ലിയാര് പോയി വേറെ മറ്റുള്ളവരുടെ അടുത്ത് പോയി കുന്നായ്മയും ഇതും കാണിക്കും. എന്നിട്ട് അവൻ വള്ളിയിൽ വന്നിരുന്നിട്ട് ഓടി കൊടുക്കും. അമ്പലത്തിൽ പോണവര് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കാര്യം. എന്തിനാണ് ഈ രാജ്യത്ത് നിങ്ങൾക്ക് മതങ്ങളോ അല്ലെങ്കിൽ അതും ഇതും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവനവന്റെ രാജ്യത്ത് പോയിട്ട് ചെയ്യാന്നേ. എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ആവശ്യമില്ലാത്തവന് ആവശ്യമില്ല. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പള്ളി പണിയാനും അമ്പലം പണിയാനും മോസ്ക് പണിയാനും എന്നിട്ട് മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ റോട്ടിക്കടയൊക്കെ ഘോഷയാത്രയും പ്രകടനമൊന്നും നടത്താനും ഇവിടെ ഞാനിപ്പോ ഈ ലണ്ടൻ വിശേഷങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾ എത്രത്തോളം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു വീഡിയോസിലെങ്കിലും റോഡ് സൈഡിൽ എന്തെങ്കിലും ഒരു വണ്ടിയോ കാര്യങ്ങളോ നിർത്തി ഒരു മുറുക്കാങ്കട പോലും ഇല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ത്രൂ ഔട്ട് വഴി മുഴുവൻ ലണ്ടനൊക്കെ നമ്മൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് കളി ജയിച്ച ദിവസം എന്തൊക്കെ അഭ്യാസങ്ങളായിരുന്നു ലണ്ടൻ ടൗണിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ ഈ മനുഷ്യന്മാരുടെ ഇവിടുത്തെ ജനങ്ങളുടെ സഹിഷ്ണുത കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ ഡീപ്പായിട്ട് ഡൗൺ ടു എർത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയില്ലേ, അത്രയും തകർന്ന് തരിപ്പ് അത്രയും താഴെ വരെ പോയിട്ടാണ് അവർ ഈ പൊട്ടിത്തെറിച്ചേക്കണത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ആരും ന്യായീകരിച്ച് പറയണമൊന്നുമല്ല. പക്ഷെ നമ്മളൊരു രാജ്യത്ത് വന്നു, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അത് പാലിക്കണം. ഇപ്പൊ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട്, ഇതിന്റെ അകത്ത് കയറി ഇരുന്ന് പിടിക്കുന്നു. നമ്മൾ ചില സമയത്ത് ഞാനൊരു പബ്ലിക് പാർക്കിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തു. അപ്പൊ എൻ്റെ അടുത്തൊരു കമന്റ് വന്നു, പറഞ്ഞു ചേട്ടാ പബ്ലിക് പാർക്കിൽ ഒരിക്കലും നമ്മൾ വീഡിയോ ചെയ്യാൻ പാടില്ല. ഞാനപ്പോൾ അതുകൊണ്ട് ആ ഒരു ലൊക്കേഷനെ തന്നെ ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർക്കിൽ വരുന്നവരുടെ പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യണം. ഒരിക്കലും അങ്ങനെ ചെയ്യാം. അപ്പൊ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി വീഡിയോ എടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. ആ പുള്ളിക്കാരത്തി റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടുത്തെ പഴയ ടീമായി നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചേച്ചിയാണ്. ആ പുള്ളിക്കാരത്തി ഡാൻസ് കളിക്കുന്നതിന്റെ പുറകെ ഇവിടുത്തെ ഒരു നേറ്റീവ് ആയിട്ടുള്ള ഒരാൾ കാർ കൊണ്ട് വരുന്നു. എന്നിട്ട് അയാൾ ബ്രേക്ക് ചെയ്യുന്നു. അതൊക്കെ അവരെ ശരിക്കും അലോസരപ്പെടുത്തുന്നുണ്ടെന്നേ. റോഡിൽ ഒരു കച്ചവടം ഇവർ അനുവദിച്ചിട്ടില്ല. വാഹനം ഓടിക്കാൻ വേണ്ടി മാത്രമാണ് റോഡുള്ളത്. അങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ തിരികടതയെ കളിച്ചു കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടില് ഇവൻ മലയാളിയാണെന്നോ ഇവൻ മനസാക്ഷി ഉള്ളവനാണെന്നോ അല്ലെങ്കിൽ ഇവൻ പാകിസ്ഥാനി ആണെന്നോ അല്ലെങ്കിൽ ഇവൻ ബംഗ്ലാദേശി ആണെന്നോ ഒന്നുമില്ല. ഇവന്റെ കാഴ്ചപ്പാടില് ഏഷ്യൻസ് ആണ്. അപ്പൊ ഏഷ്യക്കാര് ഒരു കാലത്ത് ഇവര് നമ്മളെയൊക്കെ വലിയ ഇതായിട്ട് വെച്ചോണ്ടിരുന്നാണല്ലോ. അപ്പൊ ആ അടിമകളൊക്കെ ആയിട്ട് ഇരുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് അവരുടെ രാജ്യത്ത് വന്ന് നമ്മളൊക്കെ കിടന്ന് കുന്തളിക്കണ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് നിരാശ തോന്നിയിട്ടുണ്ടാവും. ആ നിരാശയുടെ പുറപ്പെടലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് കരുതി ഇപ്പോ കഴിഞ്ഞ ദിവസം സംഭവങ്ങൾ ഒക്കെ നടന്നു. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളൊരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരാരും നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നില്ല. മുഖത്തോട്ട് നോക്കുമ്പോൾ എന്താ പറയണ മോശമായിട്ട് ആംഗ്യങ്ങളോ ഭാഷകളോ ഒന്നും കാണിക്കുന്നില്ല. മുഖത്തേക്ക് നമ്മുടെ മൂവാറ്റുപുഴയില് നിങ്ങൾ ആലോചിച്ച് അറിയാൻ പറ്റും. 2 മാസം മുമ്പ് ഒരു അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജോലി എടുക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരാണ്, ഇന്ത്യയിലെ തന്നെ സ്വന്തം അയൽ സംസ്ഥാനക്കാരാണ്. അവരെ നമ്മളെ ഇടിച്ചു കൊന്നു മലയാളീസ്. ഇത് അന്യരാജ്യമാണ്, അന്യ പാസ്പോർട്ടാണ്, അന്യ കളറാണ്, അന്യ ഭാഷയാണ്. എന്നിട്ടും അവർ ഇത്രയൊക്കെ സഹിച്ച് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ജോലി തരുന്നുണ്ട്. ഈ രാജ്യത്ത് എല്ലാവർക്കും തുല്യ വേതനമാണ് മിനിമം വേജ്. ഇവിടത്തുകാരനെന്നോ വരത്തനെന്നോ ഒന്നുമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് സെക്യൂർ ആയിട്ട് തരുന്നുണ്ട്, ജോലി ചെയ്യാൻ അവസരം തരുന്നുണ്ട്. എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
സത്യം പറയാലോ, ഇപ്പോൾ നടക്കുന്ന കലാപത്തിൽ നിങ്ങളാരും ചെന്ന് പെടാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി, ഈ പുഞ്ചിരിക്കണതിൻ്റെ കാര്യം പറയുമ്പോൾ പറയാലോ, ഇവിടുത്തെ ഇപ്പോൾ ഈ വസ്ത്രധാരണങ്ങൾ, ഇവിടുത്തെ ആളുകൾ ഈ സമ്മർ സീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പൊടി നിക്കറും ഒരു 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 ഇന്നർ ഏതെങ്കിലും ഇട്ടിട്ടാണ് ഇവർ നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ഥലത്തെങ്കിലും കുറച്ച് കൂടുതൽ കാറ്റടിച്ച് കൊണ്ട് തണുത്തോട്ടെ എന്ന് കരുതിയിട്ട് ഇവർക്ക് ചൂട് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രധാരണ ഇവർ ജനിപ്പിച്ച അന്ന് മുതൽ അങ്ങനെയാണ് അവർ ഫോളോ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളെ പോലുള്ളവർ ഇവിടെ വന്നിട്ട് അങ്ങനെ വസ്ത്രം ധരിക്കുന്നവരെ ഇങ്ങനെ ഇറിഞ്ചി നോക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് മാനസികമായിട്ട് ഭയങ്കര ഫീലിങ്സ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വേറെ ഒരു വ്യക്തിനെ, അത് എൻ്റെ മോളായിക്കോട്ടെ, അവൾ റോട്ടിൽ നടന്നു പോവുകയാണെങ്കിൽ പോലും നമുക്കൊന്ന് കണ്ണുകൊണ്ട് പോലും നോക്കി ഒന്ന് ചൂഴ്ന്ന് നോക്കാനോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളൊരു എന്താ പറയണ ഒരു പുച്ഛഭാവത്തോടെ മുഖത്ത് കിറികൂട്ടി ചിരിക്കാനൊന്നും ഇവിടെ നിയമം അനുവദിക്കുന്നില്ല. കാരണം അത്രയ്ക്കും സെക്യൂറാണ്, അത്രയ്ക്കും പൗരസ്വാതന്ത്ര്യം ഉണ്ട് ഈ രാജ്യത്ത്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഞാൻ കറുത്ത പറത്ത മാത്രം ഇടാൻ പറ്റുള്ളൂ, സാരി ഉടുത്തോളം, ചുരിദാർ ഉടുത്തോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഞാൻ പോലും നമ്മുടെ വീട്ടിൽ കൂടെ കൊച്ചു ചൂടാപ്പാന്ന് പറഞ്ഞിട്ട് ഫാൻ്റെ കെട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റി പിടിച്ചേക്കും പറയും, വേഗം പോയി ചുരിദാർ എടുത്തിട്ടെന്ന് പറയും, അല്ലെങ്കിൽ വേഗം പോയി പാവാട എടുത്തിട്ടെന്ന് പറയും. കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യം അതൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ രീതിയൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇതെല്ലാം യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ കണ്ണ് മുറുക്കി അടച്ച് നടന്നു പൊക്കൊള്ളുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് നോക്കാതെ ഇങ്ങേ സൈഡിലേക്ക് നോക്കാലോ, ചെടികളും മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നോക്കി നടക്കാം. ഇതെല്ലാം അവരുടെ കോൺഫിഡൻസിനെ താഴ്ത്തുന്ന കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ നടന്ന സകല കലാപങ്ങളും പ്രശ്നങ്ങളും. അല്ലാതെ ഇവിടെ ഇപ്പോൾ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിൻ സർവീസോ ഒരു ബസ് സർവീസോ ഒരു ടൂറിസ്റ്റ് പ്ലേസോ ഇവരൊന്നും പൂട്ടിയിട്ടില്ല. ഒരിടത്തും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നവരൊന്നും ഇവരാരും ആക്രമിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ ചെയ്തില്ല. അങ്ങോട്ട് ചെന്ന് കിറിക്കോട്ട് കുത്തിയേക്കണവർ, ഇപ്പൊ മലയാളീസിനെ ആരോ ബെൽഫാസ്റ്റിലോ അങ്ങനെ എവിടെയോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. അവരെ ഇങ്ങോട്ട് തെറി പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗുണ്ടായ്മ കൊണ്ട് നമ്മൾ അങ്ങോട്ടും തെറി പറഞ്ഞു എന്ന് കരുതി നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നല്ല, നമ്മൾ പോലീസിൽ പരാതിപ്പെടാം. അതാണ് ഇവിടുത്തെ നിയമം. നമ്മളൊരാള് എന്തെങ്കിലും ജോലി സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. പോലീസുകാർ അതിന് ആക്ഷൻ എടുക്കും. സ്കൂളിലാണെങ്കിൽ പോലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുങ്ങളെ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ എൻ്റെ മോളുടെ കൂട്ടുകാരി ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അവരോട് നമ്മൾ വീട്ടിലേക്ക് പോരണ്ടോ എന്ന് പോലും ചോദിക്കാനുള്ള അവകാശമില്ല നമുക്ക്. അവരുടെ പേരൻസ് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളും. അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉള്ളൊരു രാജ്യമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൈസ ഉണ്ടാക്കാനും പണിയെടുക്കാനും സന്തോഷകരമായിട്ട് ജീവിക്കാനും ഒക്കെയാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ നമ്മൾ ഈ വക പ്രശ്നങ്ങളിലൊന്നും ഇടപെടരുത്. ഇപ്പൊ ഈ ബെൽഫാസ്റ്റിലൊക്കെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ് കുറെ മലയാളി സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ ഈ പ്രൊട്ടസ്റ്റ് പോകുന്നവരുടെ വീഡിയോ പിടിച്ചു. അപ്പൊ ഈ വീഡിയോസൊക്കെ തെളിവുകളാണ്. അപ്പൊ ആ തെളിവിൽ പെടാതെ ഇവർ മോഹമൊക്കെ മറച്ചിട്ടാണ് ഇവർ ഈ സമരം ചെയ്യാൻ പോണത്. അപ്പൊ നമ്മളായിട്ട് ഇവിടുന്ന് തെളിവ് പോലീസിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവർ തിരിച്ചിടിക്കുന്നത്. അപ്പോൾ ഈ മലയാളീസിനെ തെരഞ്ഞു പിടിച്ചിടിക്കണമെന്നും അല്ല, വീഡിയോ എടുത്തവന്മാരെയാണ് തെരഞ്ഞു പിടിച്ചിരിക്കുന്നത്. കാരണം നമ്മളായാലും നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വീഡിയോ തെളിവുകൾ വേറെ ഒരുത്തിന് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പോലീസുകാർ പിടിച്ചോട്ടെ, പക്ഷെ നമ്മളായിട്ടൊരു തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്കത് സഹിക്കില്ല. അങ്ങനെയൊക്കെയാണ്. എനിവേ, എന്തായാലും ലണ്ടൻ വിശേഷങ്ങളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്ന് കരുതിയതാണ്. പക്ഷെ ഇത്രയും എനിക്ക് തോന്നണം ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. എനിവേ, സീ യു ലേറ്റർ. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ. സുരക്ഷിതരായിട്ടിരിക്കുക, വീട്ടിലിരിക്കുക. നമ്മൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനൊന്നും ഒരു തടസ്സവും ഈ രാജ്യത്ത് ഇതുവരെ ഇല്ല. നമ്മൾ TV-യിൽ കാണുന്ന ഒരു വീഡിയോ തന്നെ 10 തവണ വീണ്ടും എടുത്തിട്ടൊക്കെ ആയിരിക്കും പല ചാനലുകാർ കാണിക്കുന്നത്. പിന്നെ നാട്ടിലിരിക്കുന്ന കർമ്മക്കാർക്കോ അല്ലെങ്കിൽ മറുനാടൻകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും ഇവിടെ നടക്കുന്ന റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, ഉള്ള സ്ഥലങ്ങളുണ്ട് എന്ന് കരുതി ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിലൊന്നും നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സുരക്ഷിതരായിട്ടിരിക്കുക. ഈ സമയത്ത് വരെ നമുക്ക് നമ്മുടെ ഏരിയയിലൊക്കെ, ഞങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് പോലെയുള്ള സ്ഥലത്താണ്, ഒരു വില്ലേജ് ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ, സുരക്ഷിതരാണ്. സീ യു ലേറ്റർ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം, മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതിലെല്ലാവരോടും ബൈ.